വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോഴും ചോട്ടാവേലി തന്നെയാണുള്ളത്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ, നമ്മൾ ഡിയോറിയ താൽ എന്ന് പറയുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ. അപ്പോൾ അങ്ങോട്ടുള്ള ട്രക്ക് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. ഉത്തരാഖണ്ഡിലെ ഉക്കിമഠ് ചോപ്ത റോഡിനടുത്ത് സാരി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ട്രക്ക് ചെയ്താലെത്തുന്ന മനോഹരമായ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ലേക്കാണ് ദിയോറിയ താൽ. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് സാരി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ദൂരമെങ്കിലും ഈ ട്രക്കിൻ്റെ ഓരോ അടിയും പ്രത്യേകത തന്നെയാണ്. കാടുകളിലൂടെ നടക്കുമ്പോൾ പക്ഷികളുടെ ശബ്ദം, പ്രകൃതിയുടെ നിശബ്ദത, ഇതൊക്കെ കൂടി മനസ്സിന് ഒരുപാട് ശാന്തത കിട്ടുന്ന ഒരു യാത്രയാണ്. ഈ ട്രക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ട്രക്കല്ല. നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യാത്രക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്കിത് ഫീൽ ചെയ്തത്. ഏതാണ്ട് 1 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഉണ്ട്, പക്ഷെ എന്നാലും കൊള്ളാം. ഫീലിംഗ് ഗുഡ്. നിങ്ങൾ രാവിലെയാണ് ഇവിടെ വരാൻ ആലോചിക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് നന്നാവും. പിന്നെ കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണവും കയ്യിൽ കരുതുന്നത് ഒരു നല്ല ഐഡിയ ആണ്. സീ ലെവലിൽ നിന്ന് ഏകദേശം 2400 മീറ്റർ ഉയരത്തിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ മാഗി, ലേസ്, അങ്ങനെ ചെറിയ സ്നാക്കുകൾ, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വേറിട്ട അനുഭവമായിരിക്കും. ട്രക്കിംഗ് തുടങ്ങി ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ജനവാസമില്ലാത്ത ഏരിയ ആണ്. അപ്പോൾ അതിൻ്റേതായൊരു ഭയങ്കര സൈലൻസ് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ചെറുതായിട്ടുള്ള കിളികളുടെ ശബ്ദം, പിന്നെ ചെറിയ കാറ്റടിക്കുന്നുണ്ടായിരുന്നു തണുത്ത്. അതൊക്കെ ഒരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇനി 1 കിലോമീറ്റർ കൂടി നമുക്ക് മേലോട്ട് കയറാനുണ്ട്. കുറച്ച് തണലും നമുക്ക് ഇരിക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഇവിടെ സജ്ജാക്കിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഓൾമോസ്റ്റ് നടന്ന് എത്താറായി കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് നല്ല തണലുണ്ട്. ഇവിടെ നിറച്ചു ഈ ബുറാസിൻ്റെ, നമ്മളെ നാട്ടിലെ ചെമ്പരത്തിൻ്റെ കളറാണിതിന്. നിറയെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ് ഈ വഴികളിൽ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഈ അടുത്തൊന്നും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യം. മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു ഹിമാലയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഓ മൈ ഗോഡ്.
ഞങ്ങൾ കുറച്ചധികം നേരം ലേക്കിൻ്റെ ചുറ്റുവട്ടത്തും വ്യൂ പോയിൻറ്റിലൊക്കെ ആയിട്ട് ചിലവഴിച്ചു കേട്ടോ. നല്ല ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. മഴക്കാറ് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്നിട്ട് പോകാൻ തോന്നുന്നില്ല. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പോരാത്തതിന് വ്യൂസും ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഞങ്ങൾ ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഈ സൈഡിൽ ഉത്തരാഖണ്ഡിൽ ചോപ്റ്റ ട്രക്ക് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഈ സ്ഥലം കൂടി ഒന്ന് കാണണം. ഫൈനലി കുറച്ചധികം നേരം ഞങ്ങളിവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ വിടുകയാണ്. ഇത് പോകാനേ തോന്നില്ല, അതിഭീകര ലുക്കാണ് എങ്ങോട്ട് നോക്കിയാലും. അപ്പോൾ നമ്മൾ ഈ യാത്രേൻ്റെ ഏതാണ്ട് ലാസ്റ്റിലത്തെ ദിവസമാണിത്, ലാസ്റ്റ് നിമിഷങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല, ടു ബി ഫ്രാങ്ക്. അപ്പോൾ ഈ ഏരിയയിലേക്ക് ഡെറാഡൂണിൽ ചോപ്റ്റ സൈഡിലേക്ക് വരുന്നവരെന്തായാലും ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യണം, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണം. ഇപ്പം പെട്ടെന്ന് ഇറങ്ങാൻ തോന്നുന്ന വെച്ചാൽ മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധിതരാവാണ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. 1:30 ആയിട്ടുള്ളൂ സമയം. അപ്പോൾ സൈനിങ് ഓഫ്. നമുക്ക് അടുത്ത തവണ കാണാം.